ചേട്ടന്റെ ഏറ്റവും അധികം സീക്രട്സ് ആർക്കറിയാം? എന്റെ സുഹൃത്തുക്കൾക്കറിയാം. ഒരാളുടെ പേര് പറഞ്ഞാൽ മതി. അപ്പൊ വേറെ ആൾക്കാർ പണങ്ങില്ലേ? അങ്ങനെയാണ്. ഒരുപാട് പേർക്കറിയാം. ശരി. മൊബൈൽ പാസ്വേഡ് ആർക്കറിയാം? എനിക്ക് എന്റെ ഫാമിലിക്ക് അറിയാം, എല്ലാവർക്കും മോൻ അറിയാം എസ്പെഷ്യലി. ശരി. ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള ബിജു മേനോനെ ആർക്കറിയാം? എന്റെ ഭാര്യയ്ക്ക് അറിയാം, സുഹൃത്തുക്കൾക്കറിയാം, അവർക്കെല്ലാം എന്റെ നെഗറ്റീവ് സൈഡൊക്കെ അറിയാം. ചേട്ടന്റെ ഒരു നെഗറ്റീവ് സൈഡ് ഒന്ന് പറയാവോ? ഒരുപാടുണ്ട്, ഒന്നിൽ നിൽക്കില്ല, ഒരുപാടുണ്ട്. എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ ഒരുപാട് നെഗറ്റീവ് സൈഡുള്ള ഒരാളാണ്. ഒന്നിന് ചേട്ടൻ കൃത്യമായി എനിക്ക് മറുപടി തരികയും ചെയ്യരുത്. അല്ല, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് സൈഡ് അല്ല, ഒരുപാട് നെഗറ്റീവ് സൈഡ് ഉണ്ട്, പറയാനും പറ്റില്ല. ഓക്കെ. ചേട്ടന്റെ ATM പാസ്വേഡ് ആർക്കറിയാം? എനിക്കും അറിയാം, അതെനിക്കറിയാം. എന്റെ വൈഫിനറിയാം, അത്യാവശ്യം സുഹൃത്തുക്കൾക്കും അറിയാം. അറിയാമല്ലേ? ശരി. ചേട്ടൻ ഏറ്റവും എൻജോയ് ചെയ്യുന്ന വർക്ക്ഔട്ട്? വർക്ക്ഔട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഒന്നും ചെയ്യാറില്ലേ? ചെയ്യും. തൃശ്ശൂരുള്ള സമയത്ത് ജിമ്മിൽ പോകും, കുറച്ചു നേരം നടക്കും, കുറച്ചു നേരം വർക്ക്ഔട്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ എക്സസൈസുകളൊന്നുമില്ല? അല്ലാതൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ ലൊക്കേഷനിലൊന്നും പോകുമ്പോൾ നമുക്ക് പറ്റില്ല. ഇപ്പോൾ വർക്ക് ഇല്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ അവിടെ ജിം ഉണ്ടെങ്കിൽ വെറുതെ കുറച്ചു നേരം പേരിന് നടക്കും. സംയുക്ത ചേച്ചി മറ്റേ യോഗയൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അതിനൊക്കെ ഒരുപാട് ക്ഷമയും സമയവും വേണ്ടാണ്. അപ്പൊ അത്രയും ക്ഷമയില്ലാത്തതുകൊണ്ട് യോഗ തൽക്കാലം ട്രൈ ചെയ്തിട്ടില്ല. ശരി. ഓക്കെ. ഫാഷൻ ടേസ്റ്റ് ആർക്കറിയാം? എല്ലാം എന്റെ വളരെ ഓപ്പൺ ആണ് ഞാൻ കേട്ടോ. ആക്ച്വലി ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനും അറിയാം, എന്റെ ഫാമിലിക്കും അറിയാം. ആണ്. ആർക്കറിയാം ചെയ്യാനൊരു പേടി ഉണ്ടായിരുന്നു എന്ന് ആർക്കറിയാം? എന്റെ ഡയറക്ടർക്ക് അറിയാം, സംയുക്തയ്ക്ക് അറിയാം. കാരണം ആദ്യത്തെ ഒരു 3-4 ദിവസം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ ക്യാരക്ടർ എന്നെ ഏൽപ്പിച്ചപ്പോൾ ഈ ഒരു ഏജ് നമുക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ പോകെ പോകെ എല്ലാവരുമായിട്ടുള്ള ഡിസ്കഷനിലും കാര്യങ്ങളിലും ഒക്കെ ആയിട്ട് ലൊക്കേഷനിലെല്ലാം ചെന്ന് കഴിഞ്ഞ് 2-3 ദിവസം എടുത്തു നമ്മളെ അതിലേക്ക് വീഴാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പലരും ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, അതായത് നമ്മളൊരു കഥാപാത്രം ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പുറത്തു വരാൻ ഭയങ്കര പാടാണെന്ന്. അങ്ങനെ എന്തിട്ടുണ്ടായോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതൊക്കെ വലിയ ടാലന്റഡ് ആർട്ടിസ്റ്റുകളുടെ ആയിരിക്കും. എനിക്ക് ഷോട്ട് കഴിഞ്ഞപ്പോ നമ്മളതിലേക്ക് നമുക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ. ചേട്ടൻ അത് അങ്ങനെയൊക്കെ നടക്കണേ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇങ്ങനെയൊക്കെ എങ്ങനെ സാധിക്കുന്നതെന്ന്. അല്ല, അതൊരു ടീം വർക്കാണ്. നമ്മൾ മനസ്സിലൊരു കാര്യം ചെയ്യുന്നു, അത് സ്ക്രീനിൽ കറക്റ്റായിട്ട് ഡയറക്ടർ ജഡ്ജ് ചെയ്യുന്നു. ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ബെൻഡായിട്ട് വരാൻ, അല്ലെങ്കിൽ സ്ലോയിൽ നടന്നാൽ മതി എന്നുള്ള സജഷൻ പറയുന്ന അനുസരിച്ച് ആണ് നമ്മൾ മാറ്റങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് സിനിമ ചെയ്യുന്നത്. ഗിവ് ആൻഡ് ടേക്ക് അല്ലേ. സിനിമയിലെ ആൾക്കാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ അവരെ കുറിച്ചുള്ള ഒരു നല്ല ഓർമ്മ എന്നോട് പറയാമോ? സിനിമ ആൾക്കാരെന്ന് വെച്ചാൽ ഞാൻ നമ്മൾ ആർക്കറിയാമല്ലോ അഭിനയിച്ച, അല്ലെങ്കിൽ ചേട്ടനോട് വളരെ അടുത്തുള്ള കുറച്ച് പേരുടെ പേര് പറഞ്ഞാൽ അവരെ കുറിച്ചുള്ള കുറച്ച് നല്ല ഓർമ്മകൾ പറയാമോ? അപ്പൊ ഒബ്വിയസ്ലി ആദ്യത്തെ ആള് ഷറഫുദ്ദീൻ. ഷറഫ് ഞാനായിട്ട് ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഷറഫിന്റെ മൂവീസൊക്കെ ഞാൻ കണ്ടു, വളരെ ജോവിയൽ രസമുള്ള മൂവീസ്. പക്ഷെ ഈ സിനിമയിൽ ഷറഫിനെ ആദ്യമായിട്ടാണ് ഒരു സീരിയസ് റോൾ ചെയ്യുന്നത്. ഒരു 40+ റോൾ ചെയ്യുന്നു, ഒരു മെച്ചൂർഡ് ആയിട്ട്. പക്ഷെ ആ സീരിയസ് കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു വന്നിട്ട് അവന്റെ ചിരി കാണാൻ ഭയങ്കര രസമാണ്. അപ്പൊ അത് മെയിൻ ഫൺ അതായിരുന്നു. സീരിയസ് ആയിട്ട് വന്നിട്ട് തിരിച്ചു വന്നിരിക്കുന്ന അവന്റെ ഒരു ബ്രീത്തിങ് ഉണ്ട്.